ായിട്ടുള്ള നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ചൂടേറി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലുള്ള സത്യം പറഞ്ഞില്ല അത് ഞാൻ ലിസ്റ്റ് ആ റിപ്പോർട്ട് തന്നെ ആ ഒരു ഇത്ര പേരുള്ളവരുടെ ആ ഒരു പേജ് മാത്രം കാണാനില്ല എന്താ വെച്ചാൽ അത് കാണിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ അറിയുന്ന വേണമെങ്കിലുള്ള. അപ്പോൾ പ്രശസ്ത നടി ഉഷ ഹസീന അതിന്റെ പ്രതികരണമായിട്ട് വന്നിരിക്കുകയാണെങ്കിലുള്ള. അപ്പം ഞാൻ ന്യൂസ് വായിക്കേണ്ടത് പ്രശസ്ത സംവിധായകൻ റൂമിലേക്ക് വിളിപ്പിച്ചു, ഞാൻ വാപ്പയെയും കൂട്ടിയാണ് ചെന്നത്. എങ്ങനെ ഇടല്ലേ? പ്രശസ്തമായ ഒരു സംവിധായകൻ ആ റൂമിലേക്ക് വിളിപ്പിച്ചു, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇതാണ് ഇവരുടെ പരിപാടി, മെയിൻ പരിപാടി. ഞാൻ പറഞ്ഞില്ല, മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, റോസാപ്പൂ എന്നൊരു പടം കണ്ട് ഞാൻ ബിജു മേനോന്റെ നമ്മുടെ സൗബിൻ അവരുടെയൊക്കെ പടം കണ്ട് ഞാൻ സിമ്പിളായി മനസ്സിലാക്കില്ല. അതിൽ ലാസ്റ്റൊക്കെ ഒരു സീനുണ്ട്, നിങ്ങൾക്ക് ആ സിനിമ കണ്ടാൽ മനസ്സിലാകും എന്താണ് സിനിമ, എങ്ങനെയാണ് സിനിമ എന്നുള്ളത്. സംഭവം ആ സമയത്ത് സംവിധായകൻ അത് കേട്ടിട്ട് ഇറക്കാണെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഇങ്ങനെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്ന വേണ്ടി ഇറക്കാന്ന് തോന്നുന്നു. എന്തായാലും ആൾക്കറിയാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടില്ലേ? അപ്പം ആ സിനിമ കണ്ട് നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും. അപ്പോൾ ഞാൻ കൂടുതൽ വായിക്കാനുള്ള വാർത്ത, ഒരിക്കൽ ഞാൻ സഹിയായിട്ട് ചെരുപ്പൂരി അടിക്കാൻ ചെന്നു. കണ്ടേ എന്തോന്നുണ്ട്, ഇങ്ങനെയാണോ മലയാള സിനിമ വളർത്തേണ്ടത്? ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ വളർത്തി അവർ വളർന്നില്ലല്ലോ. അവർ വളരെ പറഞ്ഞാൽ അവർക്ക് സുഖ സൗകര്യങ്ങളുണ്ടല്ലോ. ഒരു വാക്യം കൂടി വായിക്കാം. പ്രതികരിച്ചതിന്റെ പേരിൽ ചിലർ മാറ്റി നിർത്തിയിട്ടുണ്ട്. ശരിയാണ്. എന്താ വെച്ചാൽ ഇപ്പൊ അവർ പറഞ്ഞത് നമുക്ക് കേട്ടില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞത് വഴങ്ങി കൊടുത്തില്ല പറഞ്ഞാൽ കഴിഞ്ഞു, നിന്റെ ഫിലിം ഇൻഡസ്ട്രി നിന്റെ അത് കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. അതാണ് ഇല്ലയുടെ അവസ്ഥ. വായിക്കോളിക്കാം. പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു. എന്റെ മനസ്സിലായില്ലേ? പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ കൂടുതൽ വാർത്ത വായിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി നടി ഉഷ ഹസീന. ദുരനുഭവം ഉണ്ടായ കുട്ടികൾ തന്നെയാണല്ലോ മൊഴി കൊടുത്തിരിക്കുന്നതെന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ വന്നപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടവർ നേരത്തെ അതേക്കുറിച്ച് പങ്കുവച്ചിരുന്നുവെന്നും ഉഷ പറഞ്ഞു. സിനിമാ മേഖല മൊത്തത്തിൽ അത്തരം ആളുകളാണെന്ന് പറയാനാവില്ല, ഉഷ വ്യക്തമാക്കി. കുറച്ചുപേർ മോശമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികളായി പരാമർശിച്ചിരിക്കുന്ന ആളുകളിൽ സർക്കാർ ഇടപെടുന്ന വേണമെങ്കിൽ അടല്ലേ. എന്ത് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ചെറ്റത്തരം കാണിച്ചൊരു സിനിമ വളർത്തേണ്ട കാര്യമില്ല, സീരിയസ് ആയിട്ട് പറയാണ്. ഇപ്പം നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ആഗ്രഹമില്ല, അവരൊരു പാഷനായിട്ട് വരികയാണ്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവരുടെ പാഷൻ നമുക്ക് അഭിനയിക്കണം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ആവണം എന്നുള്ള ഒരു ഇതിൽ വരികയാണ്. അപ്പം അവരെ കൂടി ചൂഷണം ചെയ്യാൻ പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയല്ലേ? പിന്നെ ചില ആൾക്കാർക്ക് എന്തോ ഏതോ ഞാൻ സിനിമയിലോട്ട് വരുന്നു, അപ്പോൾ അവർ പറയുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് സിനിമ സ്റ്റാർ ആയാൽ മതി, അവർ പറയുന്നത് എന്തും കേൾക്കാം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ടെങ്കിലല്ലേ. സിനിമക്കാർ മൊത്തമായിട്ട് നമ്മൾ പറയുന്നില്ല, ചിലർ അങ്ങനെയാണ്. സംഭവിച്ചില്ല, നമ്മൾ കുറേ ന്യൂസൊക്കെ കേട്ടു. അപ്പം നമ്മളതൊക്കെ വിചാരിച്ചു പിന്നെ ഏതൊക്കെ ഗോസിപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന്. പക്ഷെ ഗോസിപ്പും കാര്യങ്ങളൊന്നും അല്ല ഇല്ലാതെ സത്യമാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ മുതലെടുപ്പിന് വേണ്ടി നടക്കുക, ഇതൊക്കെയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഏകദേശം ഫിലിം ഇൻഡസ്ട്രിയൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാതില്ലല്ലേ. ഇതിൽ എന്തായാലും ആ പേരുള്ളവരുടെ പേജ് ആ റിപ്പോർട്ടിൽ ഇല്ല. ഇന്ത്യയിലെ ഒരു PDF ഉണ്ട്, ഞാൻ വായിച്ചു നോക്കി. 230 സംതിങ് പേജ് ഉണ്ട്. അതിൽ ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. അതിൽ അവരുടെ പേരുള്ള പേജ് കാണാനേ ഇല്ല. അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ട്രോളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. സത്യം പുറത്തു വരട്ടില്ല. എന്തായാലും പുറത്തു വരണം, അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണം. അത് നമുക്കും പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ ഫിലിം ഇൻഡസ്ട്രി കൊണ്ടുപോയാൽ നന്നായി മുന്നേറോടെ ശരിയായിപ്പോയില്ലേ.